കേരളത്തിൽ കറികളിൽ ഉപയോഗിക്കുന്ന മുളക് വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ ചെടിയാണ് കാന്താരി. ഇതിന്റെ കായ കാന്താരി മുളക് എന്നറിയപ്പെടുന്നു. ചിലയിടങ്ങളിൽ ചീനിമുളക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സാധാരണയായി കേരളത്തിൽ കറികൾക്ക് എരിവ് രസം വരുത്തുവാൻ ചേർക്കുന്നു. സോളനസേ സസ്യകുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രീയ നാമം കാപ്സിക്കം ഫ്രൂട്ടിസിൻസ് എന്നാണ്. കാപ്സിസിൻ എന്ന രാസവസ്തുവാണ് കാന്താരി മുളകിന് എരിവ് നൽകുന്നത്. കാന്താരി പൂത്തു തുടങ്ങിയാൽ എപ്പോഴും വിളവ് തരും. ഒരു ചെടിക്ക് 4 തൊട്ട് 6 വർഷം വരെ ആയുസ്സുണ്ടാകും. കൂടുതൽ പരിചരണം ആവശ്യമില്ലാത്ത വിളയാണ് കാന്താരി മുളക്. കാന്താരിയിൽ നീല നിറത്തിൽ ഉള്ളതിനെ ബ്ലൂ ചില്ലി പെപ്പർ എന്ന് പറയുന്നു. പച്ച നിറത്തിലുള്ള കാന്താരിയുടെ അതേ ഗുണങ്ങളും ഇതിനുണ്ട്. പക്ഷെ അത് യൂട്യൂബിലൊന്നും വാങ്ങില്ല. കേരളത്തിൽ കറികളിൽ ഉപയോഗിക്കുന്ന മുളക് വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ ചെടിയാണ് കാന്താരി. ഇതിന്റെ കായ കാന്താരി മുളക് എന്നറിയപ്പെടുന്നു. ചിലയിടങ്ങളിൽ ചീനിമുളക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സാധാരണയായി കേരളത്തിൽ കറികൾക്ക് എരിവ് രസം വരുത്തുവാൻ ചേർക്കുന്നു. സോളനസേ സസ്യകുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രീയ നാമം കാപ്സിക്കം ഫ്രൂട്ടിസിൻസ് എന്നാണ്. കാപ്സിസിൻ എന്ന രാസവസ്തുവാണ് കാന്താരി മുളകിന് എരിവ് നൽകുന്നത്. കാന്താരി പൂത്തു തുടങ്ങിയാൽ എപ്പോഴും വിളവ് തരും. ഒരു ചെടിക്ക് 4 തൊട്ട് 6 വർഷം വരെ ആയുസ്സുണ്ടാകും. കൂടുതൽ പരിചരണം ആവശ്യമില്ലാത്ത വിളയാണ് കാന്താരി മുളക്. കാന്താരിയിൽ നീല നിറത്തിൽ ഉള്ളതിനെ ബ്ലൂ ചില്ലി പെപ്പർ എന്ന് പറയുന്നു. പച്ച നിറത്തിലുള്ള കാന്താരിയുടെ അതേ ഗുണങ്ങളും ഇതിനുണ്ട്.
നവ്യ ചേച്ചി റെക്കോർഡ് ആക്കിയിട്ട് സൗണ്ട് നീ ആക്കിയത് ഇതെങ്ങനെ സോൾനേസി സസ്യ കുടുംബത്തിൽ അയ്യന്റെ സൗണ്ട് ഒന്നും വാങ്ങില്ല.